ധാരാളം അറിവുകൾ നിങ്ങൾക്ക് നേടണം. വേണ്ടേ? ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നേടണം. പാഠപുസ്തകത്തിലെ അറിവുണ്ട്, അതിനെല്ലാം അപ്പുറമുള്ള ധാരാളം അറിവുകൾ നേടണം. ആ അറിവുകൾ നേടി വളർന്ന് വലിയ ആളുകളാവണം, ലോകത്തിൻ്റെ നെറുകയിലെത്തണം. നിങ്ങൾ വളരുന്നതിലൂടെയാണ് നാളെ നമ്മുടെ നാട് വളരുന്നത്, നമ്മുടെ സമൂഹം വളരുന്നത്, നമ്മുടെ കോന്നി വളരുന്നത്. തീർച്ചയായും അതിനെല്ലാം നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ധാരാളം രക്ഷകർത്താക്കൾ ഇവിടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച നോക്കിക്കാണുന്നവരാണ്. അധ്യാപകരെ പോലെ തന്നെ രക്ഷകർത്താക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതിന് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഞാനൊരു IAS ഓഫീസറെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, 1-ാം തീയതി മുതൽ ഞാൻ 1 വർഷത്തേക്ക് അവധിയിലാണ്. കാരണം ചോദിച്ചപ്പോൾ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഭാര്യ IFS ഓഫീസറുമാണ്, അവരും അവധിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾ കൂടെ നിന്ന് എല്ലാ പിന്തുണയും നൽകിയാൽ ഭാവിയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. അവരോടൊപ്പം ചേർന്ന് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സ് ശരീരം വളർത്തുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഏർപ്പെടുന്നവരാണ്. പക്ഷെ കൂടുതൽ ശ്രദ്ധിച്ച് ഏർപ്പെടണം. ഈ ഒരു സമയം അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കണം. ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് അവർക്കൊപ്പം നിന്നാൽ ഒരു സംശയവും വേണ്ട, അവർ ജീവിതത്തിൽ വിജയിക്കും. ഒരു ശക്തിക്കും ഒരു ലഹരിക്കും അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ സ്നേഹിച്ച് അവർക്കൊപ്പം ഉണ്ടാവണം. അവർ പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ അവരെ ശകാരിച്ചാൽ വീണ്ടും അവർ അപകടത്തിലേക്ക് പോവുകയേ ഉള്ളൂ. അവരുടെ മനസ്സ് വേദനിക്കുകയേ ഉള്ളൂ. അവരെ ശകാരിക്കുന്നതിനൊപ്പം അവരുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് വർഷം സമർപ്പിക്കണം. തീർച്ചയായും അങ്ങനെ ചെയ്യുന്നവരാണ് കേരളത്തിലെ രക്ഷിതാക്കൾ എല്ലാവരും. നമ്മുടെ സ്കൂളിലെ അധ്യാപകർ നമുക്കറിയാം, നല്ല നിലയിൽ കുഞ്ഞുങ്ങളെ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് SSLCക്കെല്ലാം 100% മാർക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അതിലെല്ലാം കഴിയുന്ന ഒരു നല്ല ഒരു അധ്യയന വർഷം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു.